ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 13ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ എന്താ പറയുന്നത്, സെക്കൻഡ് ഹീറോ എന്തോ ഒരു കാര്യം സിലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം സിലി വീട്ടിലിരുന്നിട്ട് സെക്കൻഡ് ഹീറോ പറഞ്ഞ കാര്യം ചിന്തിക്കുവാണ്. വേറെ ഒന്നുമല്ല, സെക്കൻഡ് ഹീറോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞെന്താ നമ്മുടെ സിലി പകുതി കേട്ടുള്ളൂ. ബാക്കി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എൻ്റെ കൊച്ചിന് വേണ്ടി തന്നെയാണ് അവളെ കല്യാണം കഴിച്ചത്, അതൊക്കെ സത്യം തന്നെ. പക്ഷേ എങ്കിലും ഇപ്പോൾ വളരെയധികം വൈകിപ്പോയി, ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മുടെ യു എന്ന് സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്താ പറയുന്നത്, അവളെ അന്ന് വഴക്കൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അന്ന് അവിടെ കളിക്കാനൊക്കെ പോയില്ലേ, ബില്ലിയാർഡ് ഗെയിം കളിക്കാനൊക്കെ പോയപ്പോൾ വഴക്കൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് അവന് നല്ല റിഗ്രറ്റ് ഉണ്ടെന്നൊക്കെ അവൻ വന്ന് സെക്കൻഡ് ഹീറോയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് സിലി അവിടെ ഇരുന്ന് ആലോചിക്കുവാണ്. പിറ്റേന്ന് കാണിക്കുവാണ് നമ്മുടെ ഹീറോ വന്ന് മീൻസ് ഹീറോ ആയിട്ടുള്ള യു വന്ന് ഓഫീസിൽ ഇരുന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് സെക്രട്ടറി വന്നിട്ട് പറയുവാണ്. അപ്പോൾ സെക്രട്ടറി വരുന്ന സമയത്ത് നമ്മുടെ യു ചോദിക്കുവാണ് എങ്ങനെയുണ്ട് അവളുടെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുക, ആരുടെ, നമ്മുടെ സിലിയുടെ. അപ്പോൾ എടുത്തുകൊണ്ട് സെക്രട്ടറി പറയണം അവളെ എപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ആരെയോ കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവാന്നാണ് അറിഞ്ഞത്. മാത്രമല്ല എപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്, ആരെയോ അങ്ങോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, അവളെ ഏതൊരു പ്രണയത്തെ വീണെന്നാണ് തോന്നിയത്. അപ്പോൾ നമ്മുടെ യു വിചാരിക്കാൻ ദൈവം ഇനി എന്നെ മിസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അവളെ കാണാനായിട്ട് പോകുന്നൊക്കെ. ആ സമയത്ത് കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത്, ജ്വല്ലറിയിൽ, അവൾ ജ്വല്ലറിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് സിലി. അപ്പോൾ അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് ടിയാൻ വന്ന് അവിടെ നിന്ന് ജ്വല്ലറി വാങ്ങാനായിട്ട് വരിക. അപ്പോൾ കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മുടെ സിലിക്കാണ് ആ ഒരു ചാൻസ് കിട്ടുന്നത് ടിയാനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവളാണ് ഓരോ ജ്വല്ലറി എടുത്ത് കാണിച്ചിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ യു നേരെ കയറി വരുന്നത്. അപ്പോൾ യു കയറി വരുമ്പോൾ പറയണല്ലോ, ഒന്നാമതേ ഇന്നലൊട്ടേ അവന് കുശുമ്പാണ് ടിയാനെ കാണുമ്പോൾ. ഇതും കൂടി ആയപ്പോൾ അവന് പൂർത്തിയായി. എന്നിട്ട് പറയാം വാടി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലിയെ വിളിക്കാൻ നോക്കുമ്പോൾ സിലി പറയാനല്ല, ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, അവരെ ട്രീറ്റ് ചെയ്തിട്ടല്ലേ പോകാൻ പറ്റും. അപ്പോൾ ഈ പറയാം നീ എന്താ പറയുന്നത്, കസ്റ്റമറാണെന്ന് നിനക്ക് വലുത്, എൻ്റെ ഹസ്ബൻഡാണെന്ന് നിനക്ക് വലുത്, മനസ്സിലായോ? അവിടെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ നീ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ സിലിയെ വിളിച്ചുകൊണ്ട് യു പോവാണ്. അത് കഴിഞ്ഞ് ഇവർ ചെന്നിട്ട് എന്താ പറയുന്നത്, വലിയൊരു എക്സ്പെൻസീവായ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത്, യുവിനങ്ങ് മനസ്സങ്ങ് ശരിയാവുന്നുണ്ട്. കാരണം അവളെ ടിയാൻ്റെ കൂടെ കണ്ടില്ല, അവൻ വിചാരിച്ചെന്ത് അവനെ മിസ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവൻ ഓടി തന്നെയല്ലായിരുന്നോ. അപ്പോൾ ഇവൻ ആ കൺഫ്യൂഷനായി പോയി കേട്ടോ. എന്നിട്ട് ഇവൻ വന്ന് ചോദിക്കുവാണ് അവൻ എങ്ങനെയാണ് കണ്ടുപരിചയം, ടിയാൻ എങ്ങനെയാണ് വരുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സിലി പറയുകയാണ് അന്ന് നമ്മുടെ കുട്ടിച്ചെറുക്കനെ രക്ഷിച്ചുകൊണ്ട് വന്നെയാണ്, പിന്നെ 2-3 വട്ടം കാഷ്വലായിട്ട് കണ്ട് അങ്ങനെ പരിചയം എന്നൊക്കെ പറയാം. അപ്പോൾ ശരി ഓക്കെ ഫ്രണ്ട് അല്ലേ എന്നുള്ള ഇത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, നമ്മുടെ യു എന്ന് പറയും ഞാനൊരു ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് ഇത് വാങ്ങാൻ പോവുക, ഞാൻ ഇച്ചിരി തിരക്കില്ല, അങ്ങനെ എന്താണ്ടെങ്കിൽ പറയും കേട്ടോ. അപ്പോൾ സിലി പറയാം നിങ്ങൾ രണ്ടും അല്ലെങ്കിൽ ഒരേ കണക്ക് തന്നെ എന്ന് പറയും കേട്ടോ. പക്ഷെ അത് യുവിന് ഒട്ടും ഇഷ്ടമാകത്തില്ല. എന്നിട്ട് യു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പോവുക ഈ പരാതി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് ഹീറോ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുക സെക്കൻഡ് ഹീറോ. കാരണം എന്തുവാ, സെക്കൻഡ് ഹീറോയ്ക്ക് ഓൾറെഡി നമ്മളെ ടീച്ചർ റിജക്റ്റ് ചെയ്തതിൻ്റെ സങ്കടത്തിലാവാതിരിക്കുന്നത്. അവൻ്റെ അടുത്ത് വന്നിട്ടാണ് നമ്മുടെ യു അവൻ്റെ പരാതി പറയുന്നത്. അപ്പോൾ അവൻ്റെ അവസ്ഥ ഒന്ന് നോക്കണേ. അപ്പോൾ യു ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സെക്കൻഡ് ഹീറോയിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സ് തുറന്നു വെച്ച് കൊടുത്ത് എല്ലാം കാണിച്ചു കൊടുത്ത് എന്നാലും അവൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും സാഡായിരിക്കും. ആ സമയത്താണ് നമ്മുടെ എന്താ യു എപ്പോഴും ഇങ്ങനെ ഒളിച്ചു വെക്കത്തില്ലേ ഒരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഭാര്യയെ പ്രണയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇവൻ വരുമ്പോൾ ഒളിച്ചു വെക്കാറുണ്ട്. അന്ന് ഒളിച്ചു വെച്ചില്ലായിരുന്നു. അതുപോലെ പുതിയൊരു ബുക്ക് ഉണ്ട് എങ്ങനെ ഭാര്യയെ പ്രണയിക്കാം. ആ ബുക്ക് ആരുടെ കൈ കിട്ടും, സെക്കൻഡ് ഹീറോയിൻ്റെ കൈ കിട്ടും. അപ്പോൾ എന്നിട്ട് അവൻ വായിച്ചു നോക്കുമ്പോൾ അവൻ അതിൽ ഇച്ചിരി ടിപ്സൊക്കെ കിട്ടും. എന്നിട്ട് നമ്മുടെ യുവിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഭാര്യയായിട്ട് നമ്മൾ എപ്പോഴും അടുത്തിരിക്കണം, അടുത്ത് സഹകരിക്കണമെങ്കിൽ ഭാര്യമാർക്ക് നമ്മൾ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് യു സിലി ഒരുമിച്ചാണ് എന്താ പറയുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഇവൾ റൂമിൽ നോക്കുന്ന സമയത്ത് ആ സോഫ ഇല്ലേ, ആ സോഫ കാണാമല്ലോ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ സോഫ മാറ്റി യു എന്നിട്ട് യു ഒന്നും അറിയാത്ത കണക്കിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ സിലിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സിലി അപ്പോൾ പറയും സിലി നമുക്ക് ഇന്ന് ബെഡേ കിടക്കാൻ കുഴപ്പമില്ലെന്നൊക്കെ പറയും. എന്നിട്ട് ഇവരൊരു വലിയൊരു നല്ല രസമുള്ളൊരു പൂവിൻ്റെ ഷേപ്പിലുള്ളൊരു പാവയൊക്കെ നടുക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത്, ആ പറഞ്ഞ പോലെ ഭാര്യയായിട്ട് അടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ എന്താ പറയുന്നത് സിലിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നോക്കും. എന്നിട്ട് പറയും എനിക്ക് വേറെ ഒന്നുമല്ല, ഞാൻ വന്ന് അന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നീ ജോലിക്ക് പോകുന്നതിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല പറഞ്ഞേ, അവളുടെ ഈ സോങ്ങിൻ്റെ കമ്പനി ആയതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ടാന്നൊക്കെ ഇവൻ തുറന്ന് നമ്മുടെ സിലിയുടെ അടുത്ത് പറയണം. അപ്പോൾ സിലി ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇവർ ഓരോ സംസാരിക്കുന്ന സമയത്ത് ഇവനെന്താ എരി കൂടി ഫുഡ് എങ്ങാണ്ട് കഴിച്ചെന്ന് തോന്നി. ഇവനങ്ങ് വയറുവേദന എടുത്തിട്ട് വേഗം ബാത്റൂമിലേക്ക് ഓടുവാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കാണിക്കുവാണ് അന്ന് വൈകിട്ട് നമ്മുടെ യു വന്ന് കറക്റ്റ് സമയത്തിന് തന്നെ സിലിനെ പിക്കപ്പ് ചെയ്യാൻ വരുവാണ്. അപ്പോൾ സിലി പറയും എനിക്ക് ഭയങ്കര ഇന്ന് ലേറ്റായിട്ട് വരാൻ പറ്റും, നിങ്ങൾ പോകുമെന്ന് പറയും. പിള്ളേർക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ യു പറയില്ല അപ്പോൾ നീ എപ്പോൾ വരും ചോദിക്കുന്ന സമയത്ത് സിലി പറയും അത് പറയാൻ പറ്റത്തില്ല, ഗസ്റ്റുകൾ വരുന്നതിൻ്റെ ഇതനുസരിച്ച് പറയാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പിള്ളേർ മീൻസ് കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണും മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്കും അമ്മയ്ക്കും ജോലിയുണ്ട്. പപ്പ എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അമ്മയും ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി രണ്ടുപേരും ഇതെല്ലാം മനസ്സിലാക്കി നല്ല റെസ്പോൺസിബിളായിട്ട് വളർന്നു വരുന്നെങ്കിൽ
ഞാൻ ഇച്ചിരി ലേറ്റായി വന്നാലും പിള്ളേരെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിലി ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ, അതുകൊണ്ട് പിള്ളേരൊക്കെ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രി പിള്ളേരെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ യുവിന് നമ്മുടെ സിലി ഇല്ലാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ആദ്യം അവളെ വിളിക്കുവാണ്, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല എൻ്റെ ഗസ്റ്റ് വന്ന് പോയിട്ട് ഒരു 9:30 ആവാതെ ഞാൻ വരത്തില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ യുവിനൊന്നും പറയാൻ പറ്റത്തില്ല ഫോൺ വെച്ച്. അത് കഴിഞ്ഞ് പിള്ളേരിങ്ങനെ കുടിക്കാനായിട്ട് ജ്യൂസ് പോലെ വെള്ളമൊക്കെ കൊടുത്ത് കാണാൻ കേട്ടോ. അപ്പോൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിച്ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി അവൻ്റെ മുഖത്ത് വീഴുന്ന സമയത്ത് അവനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, സിലിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവൻ ദേഷ്യപ്പെടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടിച്ചെറുക്കനങ്ങ് പേടിച്ച് നിൽക്കുക കേട്ടോ. ഇപ്പോൾ പപ്പ ഇപ്പം എന്നെ വഴക്ക് പറയും, പക്ഷെ പറയും കുഴപ്പമില്ല മക്കളെ പോയി കളിച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയും അയ്യോ പപ്പ ചൂടായില്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഹാപ്പി. അതേസമയം യുവിന് ഇനിയിപ്പോൾ ഒരു കാരണം കിട്ടിയില്ലേ നമ്മുടെ സിലിയെ വിളിക്കാൻ. എടുത്തുകൊണ്ട് അവൻ സിലിയെ വിളിച്ചിട്ട് പറയണേ അതേ ബെഡ്ഷീറ്റിൽ മൊത്തം പിള്ളേർ വെള്ളമാക്കി, അതുകൊണ്ട് നീ വേഗം വാന്ന് പറയേ. അപ്പോൾ സിലി പറയും ഇനിയിപ്പോൾ ഞാനെന്തിനാ, അവിടെ ആൻറ്റി ഉണ്ടല്ലോ, മീൻസ് ആ സെർവൻ്റ് ആൻറ്റി, അവരെങ്ങ് വിളിക്കാൻ പറയും കേട്ടോ. അപ്പോൾ ആ ചാൻസ് നമ്മുടെ യുവിൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇവ എന്ത് ചെയ്യുന്നറിയോ, പിള്ളേർക്ക് ഉറക്കം വരുന്നു പറയുമ്പോൾ പിള്ളേരെങ്ങ് കിടത്തും. എന്നിട്ട് കഥ പറയാന്നുള്ള പേരിലും കുറേ പേടിപ്പിക്കുന്ന രീതിക്കുള്ള പ്രേതത്തിൻ്റെ കഥയെല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് അങ്ങ് പേടിയാവും കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്ത് വെച്ച് കഴിഞ്ഞാൽ പപ്പ എനിക്ക് പേടിയാവുമെന്ന് പറയും. പക്ഷേ അവൻ ഈ കാരണം എടുത്തിട്ട് നമ്മുടെ സിലിയെ വിളിക്കണം. സിലി അതേ കുഞ്ഞിപ്പെണ്ണിൻ്റെ രാത്രി ഉറങ്ങാൻ ഭയങ്കരമായിട്ട് പേടിയാവും, നീ വേഗം വാന്ന് പറയുമ്പോൾ സിലി പറയുന്നത് ശരി ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് സിലി വേഗം വരുവാണ്. സിലി വരുന്ന സമയത്ത് സിലി വന്ന് നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ റൂമിൽ ഓടി വന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞുപെണ്ണ് നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്തായാലും നമ്മുടെ ഉറക്കിയതാണ്. എന്നിട്ട് അവൾ പോയിട്ട് അവളെല്ലാം ഫ്രഷായി വന്നിട്ട് കിടക്കാൻ നിൽക്കുന്ന സമയത്ത് അവൾക്കൊരു ഗ്ലാസ് പാൽ അവിടെ ഇരിക്കുന്നു. വേറെ ആരുമല്ല നമ്മുടെ യു തന്നെ കേട്ടോ. അപ്പോൾ പറയണേ അത് രാത്രി നല്ല ഉറക്കത്തിന് പാൽ കുടിക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് കുടിക്കാം. കുടിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പാൽ കുടിച്ചതിൻ്റെ ഇത് ഒരു മീശ പോലെ വരത്തില്ല, അതുണ്ട്. അപ്പോൾ നമ്മുടെ വന്ന് അതൊക്കെ തുടച്ചു കൊടുത്തിട്ട് നമ്മുടെ സിലിനെ കിസ് ചെയ്യാൻ പോകുന്ന പോലെ നോക്കുമ്പോൾ ഇവരുടെ ഒരു പാവ ഞാൻ പറഞ്ഞില്ലേ ഫ്ലവറിൻ്റെ ഷേപ്പിൽ അതങ്ങ് തടസ്സം പോലെ. അപ്പോൾ പറയും ഇതെന്തൊരു തടസ്സമെന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റാൻ നിൽക്കുന്ന സമയത്ത് സിലി വന്ന് അതെടുത്തിട്ട് വേഗം കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങിയ പോലെ അങ്ങ് കിടക്കുക കേട്ടോ. ഞാൻ അവൾക്ക് നാണം വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ എന്താ പറയുക വന്ന് ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഭയങ്കര കോലാഹലം എന്ന് വെച്ചാൽ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവരുടെ കുറേ വർക്കേഴ്സ് എല്ലാം കൂടി സ്ട്രൈക്ക് ചെയ്ത് വേറെ ഒന്നുമല്ല നമ്മുടെ ടിയാൻ പറഞ്ഞ് കാണത്തില്ലേ മാർക്കറ്റിംഗ് ഡയറക്ടറുടെ പോസ്റ്റ് അവന് വേണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരാളായിട്ട് അവൻ എന്തോ ഒരു പ്ലാനിങ് നടത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഇതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഡയറക്ടറാണ് എന്ത് ചെയ്യേണ്ടത്, ഇവർക്ക് പൈസയുടെ കാര്യങ്ങളെല്ലാം നോക്കി കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ബോണസ് കൊടുത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടെയുള്ള വർക്കേഴ്സ് എല്ലാവരും കൂടി സ്ട്രൈക്കും. അപ്പോൾ അതിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ അല്ല നമ്മുടെ ആണല്ലോ CEO, അതുകൊണ്ട് അവനല്ല അതിൻ്റെ ഇത് പറയണ്ടേ. അപ്പോൾ അവനിത് ചെന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് എന്താ പറയുന്നത് ഈ പ്രശ്നവും കാരണമുണ്ട് നമ്മുടെ സിലിയും ഇവരടുത്തുള്ള സ്റ്റോഴ്സ് അല്ലേ, സിലി അങ്ങോട്ട് വരുവാണ്. സിലി അങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറയുവാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ്, എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, ആളൊരിക്കലും ഒരു ചീറ്റിങ് ചെയ്ത് കാണത്തില്ല, ഇതിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ടോ, ഞങ്ങൾ എന്തുമായാലും ഇന്ന് തന്നെ അത് റിസോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സിലി നമ്മുടെ യുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. ഇതേ സമയത്ത് നിങ്ങൾ അവരുടെ വൈഫ് എന്ന് പറഞ്ഞിട്ട് ആരോണ്ട് വലിയൊരു സാധനം എടുത്ത് എറിയാൻ നിൽക്കും നമ്മുടെ സിലിയുടെ മേൽ. അപ്പോൾ സിലിയുടെ മേലെ എറിയാൻ നിൽക്കുന്ന സമയത്ത് വന്ന് രക്ഷിക്കുമ്പോൾ യുവിൻ്റെ കയ്യിൽ എന്താ പറയുക മുറി പറ്റും. എന്നിട്ട് ഇവൾ കൊണ്ടുപോയിട്ട് ഇവരവിടെ നിന്ന് പോകും കേട്ടോ. നമ്മുടെ സെക്രട്ടറി വന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറ്റും, കാരണം വെച്ചാൽ ഇനി നിന്ന പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ റൂമിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് സിലി മരുന്ന് വെച്ച് കൊടുക്കുക യുവിനെ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇവളോട് ചൂടാവുക, നീ എന്ത് പരിപാടി കാണിച്ചു, നീ അവിടെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇതെനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നു എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു സ്നേഹം കാണിക്കാം. അപ്പോൾ സിലിക്ക് എന്താ പറയുന്നത്, സിലിക്കാണെങ്കിൽ നമ്മുടെ യുവിന് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയില്ല അവൾ ഇരിക്കുന്നത്. അവൾ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടം വന്ന് അവളങ്ങ് കരയാൻ തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ വന്ന് അവൾ കണ്ണൊക്കെ തുടച്ചിട്ട് ഇവരറിയാതെ കിസ് ചെയ്യും കേട്ടോ. ആ ഒരു മൊമെൻറ്റിൽ അങ്ങ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സെക്രട്ടറി കയറി രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് സെക്രട്ടറി വന്നിട്ട് പറയുവാണ് അവരുടെ എല്ലാ ബോണസും കാര്യങ്ങളും പൈസയും എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാർക്കറ്റിംഗ് ഡയറക്ടറിൻ്റെ പോസ്റ്റുള്ള ആളെ സ്വയമേവ അയാൾ തന്നെ റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ പോസ്റ്റിക്ക് വേറെ ആളെ നോക്കിയേ പറ്റുമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ടീച്ചർ വന്ന് നമ്മുടെ സിലിയെ കാണാനായിട്ട് വരുവാണ്. അപ്പോൾ കാണാൻ വരുന്ന സമയത്ത് ഇവരിങ്ങനെ കുറേ ഇവരുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ വന്ന് വേറെ ഒന്നുമില്ല, ടീച്ചർ ന്യൂസിൽ കണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത്. അപ്പോൾ നമ്മുടെ സിലിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ പേടിച്ചുകൊണ്ട് ഓടി വന്നേ കേട്ടോ. വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവർ സംസാരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് ടീച്ചർ ഇങ്ങനെ സെക്കൻഡ് ഹീറോ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ സിലി വന്ന് അവൾ ഇതൊന്നും അറിയാത്ത കണക്ക് സംസാരിക്കാം. മാത്രമല്ല സെക്കൻഡ് ഹീറോ പറയുകയാണ് ഇവ എന്തിനാ എൻ്റെ ലൈഫിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സിലി പറയും അവൻ നല്ലൊരു പയ്യനാടി, നീ കുഴപ്പമൊന്നുമില്ല, നീ അവനെ സ്നേഹിക്കുവാണെങ്കിൽ നീ ഹാപ്പി ആയിരിക്കും എന്ന് പറയുമ്പോൾ ടീച്ചർ അങ്ങ് മൊത്തത്തിൽ അതിനോടൊരു ഇതാവുന്നില്ല, എങ്കിലും അതെല്ലാം അങ്ങനെ ഓക്കെ കേട്ടോണ്ടിരിപ്പുണ്ട്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചർ പറയണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആണുങ്ങൾ, നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അവർ ചിലപ്പോൾ സ്നേഹം കാട്ടുന്ന പോലെയൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറും, പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പറയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ വേണം ശ്രദ്ധിക്കാമെന്ന് പറയുമ്പോൾ സിലി അവരുടെ പ്രവൃത്തികൾ വേണം ശ്രദ്ധിക്കാൻ. അപ്പോൾ നമ്മുടെ യുവിൻ്റെ പ്രവൃത്തികളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.